നമ്മുടെ സംസ്ഥാനത്ത് സഹകരണ രംഗത്ത് പണിയെടുത്തിരുന്ന 10,000-കണക്കിന് പേര് അംഗങ്ങളായിട്ടുള്ള കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ ഭാരവാഹികളാണ്, ജില്ലാ ഭാരവാഹികളും സംസ്ഥാന സെക്രട്ടറിയുമാണ് ഇന്നിവിടെ ഈ പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ടെത്തിയിട്ടുള്ളത്. ഈ സഹകരണ പ്രസ്ഥാനത്തിന്, കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം നമുക്കറിയാം ഇന്ത്യയിലാകെ മാതൃകയാണ്. ഈ സഹകരണ പ്രസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ ഏറ്റവും മെച്ചപ്പെട്ടതായി തീർക്കാനായിട്ട് പണിയെടുത്ത 10,000-കണക്കിന് വരുന്ന ജീവനക്കാർ, പെൻഷനായവരാണ് നമ്മുടെ ഈ സംഘടനയിലെ അംഗങ്ങൾ. ഞങ്ങളുടെ ഈ സംഘടനയ്ക്ക് പ്രത്യേകമായ രാഷ്ട്രീയ സ്വഭാവമൊന്നുമില്ല. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നമ്മുടെ മാതൃഭൂമി റോഡിന് തൊട്ടടുത്ത് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ ഇതിനു മുമ്പേയും പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്, പ്രക്ഷോഭ സമരങ്ങളുമായി ബന്ധപ്പെട്ട് ഈ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ഞങ്ങൾ പത്രസമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ഞങ്ങൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് 19-ാം തീയതി ഞങ്ങൾ സംസ്ഥാന വ്യാപകമായി 13 ജില്ലാ കേന്ദ്രങ്ങളിൽ കളക്ടറേറ്റിലും തിരുവനന്തപുരത്ത് പെൻഷൻ ബോർഡിൻ്റെ മുമ്പിലുമാണ് ഞങ്ങൾ ഒരു ധർണ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ സമരം ചെയ്യാൻ വേണ്ടി സമരം ചെയ്യുന്നവരല്ല, മറിച്ച് ഞങ്ങളെ സമരത്തിലോട്ട് തള്ളിവിടുന്ന ഒരു സമീപനം ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ സമരം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ഞങ്ങൾ 2021 ഞങ്ങളുടെ ഒരു പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ക്ഷാമബത്ത മരവിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ക്ഷാമബത്ത ലഭിക്കാത്ത കേരളത്തിലെ ഏക പെൻഷൻ സംഘടന, പെൻഷൻകാരെന്ന് പറയുന്നത് സഹകരണ പെൻഷൻകാരാണ്. അപ്പോൾ അതിൽ കാലാകാലങ്ങളിൽ ഇപ്പോൾ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഞങ്ങൾ സമരം സംഘടിപ്പിക്കുന്നത് പെൻഷൻ ബോർഡിൻ്റെ മുമ്പിലാണ്. സാധാരണഗതിയിൽ ഒരു ഭരണസ്ഥിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് മുമ്പേ സമരം സംഘടിപ്പിക്കുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ സമരത്തിൻ്റെ തിരുവനന്തപുരത്ത് തീരുമാനിച്ചിട്ടുള്ളത് സഹകരണ പെൻഷൻ ബോർഡ്, അതായത് ജഗതിയിലെ BPIയിലാണ് ഈ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. കാരണം ഞങ്ങളുടെ പരിഷ്കരണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ തരുന്നതിൻ്റെ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് സഹകരണ പെൻഷൻ ബോർഡാണ്. പെൻഷൻ ബോർഡിലെ നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊണ്ട് അത് സർക്കാരിന് സമർപ്പിക്കുമ്പോൾ സർക്കാർ അതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറപ്പെടുവിക്കാറുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ 2021 ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഞങ്ങളുടെ ക്ഷാമബത്ത ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം ഇന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിരവധി നിവേദനങ്ങൾ അധികാരത്തിൽ വരുന്ന സർക്കാരുകൾക്ക് ഞങ്ങൾ സമർപ്പിക്കാറുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങളുടെ സംഘടനയിലേക്ക് ഈ വിരമിച്ചിട്ടുള്ള കേരളത്തിലെ സംസ്ഥാനത്ത് സഹകരണ രംഗത്തു നിന്നും വിരമിച്ചിട്ടുള്ള 15,000-ഓളം വരുന്ന അംഗങ്ങളുള്ള ഒരു സംഘടനയാണ്. കാരണം 20-25,000-നകത്തുള്ള ജീവനക്കാർ മാത്രമേ ഈ രംഗത്ത് റിട്ടയർമെന്റ് വാങ്ങിച്ച് പെൻഷനറി ബെനിഫിറ്റ് ലഭിക്കുന്നുള്ളൂ. അതിൽ 15,000-ഓളം വരുന്നവർ ഞങ്ങളുടെ സംഘടനയിലെ അംഗങ്ങളാണ്. അപ്പം ഞങ്ങൾ നിരന്തരമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ക്ഷാമബത്ത അടക്കം ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ, ക്ഷാമബത്ത അതുപോലെ തന്നെ ഞങ്ങൾക്ക് മെഡിക്കൽ ഇൻഷുറൻസ് അടക്കം നൽകുന്നതിനാവശ്യമായിട്ടുള്ള നിവേദനങ്ങൾ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ചെവിക്കൊള്ളാനായിട്ട് പെൻഷൻ ബോർഡോ സർക്കാരോ തയ്യാറാവുന്നില്ല എന്നൊരു ദയനീയമായിട്ടുള്ള ഒരു സ്ഥിതി ഇപ്പം ഞങ്ങൾക്കുണ്ട്. അതിലിപ്പോൾ പ്രധാനമായി ഇപ്പോൾ സമരം സംഘടിപ്പിക്കാൻ കാരണം ഞങ്ങളുടെ ക്ഷാമബത്തയെ സംബന്ധിച്ച് ഞങ്ങളുടെ രംഗത്ത് തന്നെ പ്രവർത്തിക്കുന്ന, മലപ്പുറം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടന ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു വിധി, ഒരു നിർദ്ദേശം അക്കാര്യത്തിലുണ്ടായി. അതായത് നിർബന്ധമായും സഹകരണ പെൻഷൻകാർക്ക് ക്ഷാമബത്ത നൽകണം എന്നുള്ള തരത്തിലുള്ള ഒരു നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്.
അപ്പോൾ ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ, ഞങ്ങളുടെ സംഘടനയുടെ നേതാക്കന്മാർ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അദ്ദേഹം അവിടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അവർ പറഞ്ഞ അടിയന്തരമായി ഒരു കമ്മീഷൻ നിയമിച്ച് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാൻ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിനൊരു കമ്മീഷൻ നിയമിക്കാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റിട്ടയർഡ് ജഡ്ജി, ജില്ലാ ജഡ്ജി ചെയർമാനായിട്ടുള്ള 5 അംഗ കമ്മീഷൻ നിയമിക്കുകയുണ്ടായി. അവരുടെ റിപ്പോർട്ട് 3 മാസത്തിനകം നൽകണം എന്നുള്ള സർക്കാരിൻ്റെ നിർദ്ദേശം, അത് 3 മാസവും നടന്നില്ല, 6 മാസവും നടന്നില്ല, 1 വർഷവും പിന്നിട്ടപ്പോഴും ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല എന്നുള്ള ഒരു പരിതാപകരമായുള്ള സ്ഥിതി നിലവിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നപ്പോൾ പെരുമാറ്റച്ചട്ടം കഴിയട്ടെ, അതിനുശേഷം റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് പറഞ്ഞു. എന്തായിരുന്നാലും കഴിഞ്ഞ ആഗസ്റ്റ് 29-ാം തീയതി ഈ പറയുന്ന ചെയർമാൻ അടക്കമുള്ള കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രിക്ക് കൈമാറുകയുണ്ടായി. ഈ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ സംഘടനയുടെ നേതാക്കന്മാർ ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിയെ സമീപിച്ച്, അല്ലെങ്കിൽ സർക്കാരിനെ ബന്ധപ്പെട്ട ആളുകളെ സമീപിച്ചപ്പോൾ ഇത് പഠിക്കുന്നതിന് വേണ്ടി സഹകരണ വകുപ്പ് സെക്രട്ടറിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ട് പഠിക്കുന്നതിന് വേണ്ടി 2 മാസം ഇനി എടുക്കുന്നു. ആ റിപ്പോർട്ടിന്റെ ഒരു കോപ്പി ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോഴത്തേക്കും അത് കോൺഫിഡൻഷ്യലാണ്, അത് പുറത്തു വിട്ടിട്ടില്ല എന്നുള്ള രീതിയിലാണ് അവിടെ നിന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. ഇത് കഴിഞ്ഞ മാസം ഞങ്ങൾ നോക്കിയപ്പോൾ വാട്സപ്പിൽ, അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ 32 പേജ് അടങ്ങുന്ന റിപ്പോർട്ടിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഞങ്ങൾ കാണാനിടയുണ്ടായി. അത് കഴിഞ്ഞ് ഞങ്ങളുടെ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയുടെ പേരിൽ വിവരാവകാശ നിയമം അനുസരിച്ച് ഞങ്ങളത് ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ 133 പേജുള്ള റിപ്പോർട്ടിൻ്റെ കോപ്പി ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. ആ റിപ്പോർട്ടിൻ്റെ കോപ്പി പരിശോധിച്ചപ്പോൾ സഹകരണ പെൻഷൻകാർക്ക് ക്ഷാമബത്ത അനുവദിക്കണമെന്നുള്ള ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കമ്മീഷനെ തന്നെ നിയമിച്ചത്. ആ കമ്മീഷൻ റിപ്പോർട്ടിൽ ക്ഷാമബത്തയെക്കുറിച്ച് ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, സഹകരണ പെൻഷൻകാർക്ക് എന്തെങ്കിലും ആനുകൂല്യം നൽകുന്നതിനെ കുറിച്ച് അതിൽ ഒരു ഭാഗത്തൊന്നും പറയുന്നില്ല. വളരെ തുച്ഛമായിട്ടുള്ള ചെറിയ തുക, അത് സഹകരണ ഈ പെൻഷൻ ബോർഡിന് സാമ്പത്തികം ഉണ്ടായാൽ, കുറെ ക്ലാസുകൾ അവർ പറഞ്ഞിട്ടുണ്ട്, അതുണ്ടായാൽ മാത്രം നിങ്ങൾക്ക് ഈ പറയുന്ന ചെറിയൊരു വർധനവ് തരാമെന്ന് മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ. ക്ഷാമബത്തയുടെ കാര്യമേ അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ മാസം 21-ാം തീയതി ഞങ്ങളുടെ സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി കൂടുമ്പോൾ ആ സംസ്ഥാന കമ്മിറ്റിയിൽ ഇത് വിശദമായി ചർച്ച ചെയ്ത് അടിയന്തരമായി ഇതിനെതിരെ ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 19-ാം തീയതി സംസ്ഥാന വ്യാപകമായി, അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 13 ജില്ലാ കേന്ദ്രങ്ങൾ കളക്ടറേറ്റ് മുമ്പിലും തിരുവനന്തപുരത്ത് പെൻഷൻ ബോർഡിന്റെ മുമ്പിലും ധർണാ സമരം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അത്തരത്തിലുള്ള, അതായത് ഞങ്ങളെ സമരത്തിലോട്ട് തള്ളിവിടുന്ന ഒരവസ്ഥ കാലാകാലങ്ങളിൽ ഇപ്പോൾ ഈ പെൻഷൻ ബോർഡിന്റെ സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുള്ള രീതിയിൽ പെൻഷൻ ബോർഡിലെ ജീവനക്കാരടക്കം, ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, പെൻഷൻ ബോർഡിന് മൊത്തം സാമ്പത്തിക സ്ഥിതി മോശമാണെന്ന് കാലാകാലങ്ങളിൽ അധികാരത്തിൽ വരുന്ന പെൻഷൻ ബോർഡിനെയും അതുപോലെ തന്നെ അധികാരത്തിൽ വരുന്ന സർക്കാരിനെയും പറഞ്ഞ് ധരിപ്പിക്കുന്ന ഒരു രീതി ഈ കാര്യത്തിൽ അവർ കൈക്കൊള്ളാറുണ്ട്. ഈ കഴിഞ്ഞ 31/3/2024 പെൻഷൻ ബോർഡിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ടിൻ പ്രകാരം, അതായത് 1656 കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടെന്നും 69 കോടി രൂപ ലാഭമാണെന്നും അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സാമ്പത്തികമായി പെൻഷൻ ബോർഡ് പിന്നോക്കമാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് സഹകരണ പെൻഷൻകാർക്ക് ഒരു ആനുകൂല്യം കൊടുക്കാൻ പാടില്ല എന്ന ഒരു സമീപനമാണ് പെൻഷൻ ബോർഡിലെ ജീവനക്കാരും ബന്ധപ്പെട്ടവരും കൈക്കൊള്ളുന്നത്. അപ്പോൾ ഇതിനെതിരായിട്ട് സമരം സംഘടിപ്പിക്കണമെന്നുള്ള ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞ മെയ് മാസം ഒരു സമരം പെൻഷൻ ബോർഡിന്റെ മുമ്പിൽ സംഘടിപ്പിക്കുകയുണ്ടായി. അത് റിപ്പോർട്ട് വൈകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ അന്ന് സമരം നടത്തിയത്. ഇപ്പോൾ ഈ സമരം നടത്തുന്നത് ഈ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങളൊന്നും തന്നെ സഹകരണ പെൻഷൻകാർക്ക് അനുകൂലമായി ഒരു കാര്യങ്ങളും അത് സൂചിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെൻഷൻ ബോർഡിന്റെ ആസ്തി വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കുറേയധികം നിർദ്ദേശങ്ങളാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഞങ്ങൾ പൂർണ്ണമായും സംസ്ഥാന കമ്മിറ്റി കൂടി ഈ റിപ്പോർട്ട് തള്ളിക്കളയണമെന്നും ഇതിനകം സർക്കാരിന് ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിത് സമരം സംഘടിപ്പിക്കുന്നത്. ഞാൻ
എന്തായിരുന്നാലും ഈ സമരവുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല. സഹകരണ പെൻഷൻകാരെന്ന് പറയുന്നത് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള നിരവധിയായിട്ട് 10,000-കണക്കിനായിട്ടുള്ള അംഗങ്ങളുള്ള ഞങ്ങളുടെ സംഘടന ഈ വരുന്ന 19-ാം തീയതി ഒരു പ്രത്യക്ഷ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ ഈ സമരത്തിൽ എന്തെങ്കിലും ഈ സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടായില്ല എങ്കിൽ ജനുവരി മാസത്തിൽ ഞങ്ങളുടെ സംസ്ഥാന നേതാക്കന്മാർ പങ്കെടുക്കുന്ന കാസർഗോഡ് മുതൽ ആരംഭിച്ച് തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന ഒരു വാഹന പ്രചരണ ജാഥ ഞങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ വിവരങ്ങൾ സഹകാരികളെയും സഹകരണ ജീവനക്കാരെയും സഹകരണ പെൻഷൻകാരെയും നാട്ടുകാരെയും അറിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു സംവിധാനം എന്നുള്ള രീതിയിലാണ് ഈ വാഹന പ്രചരണ ജാഥ ഇപ്പം ഞങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചുള്ളത്. അതിലും പ്രശ്നങ്ങൾ തീർന്നില്ലെങ്കിൽ വരുന്ന ഫെബ്രുവരി മാസം റിലേ സമരം, അതായത് 14 ജില്ലകളുണ്ട്. ആ ജില്ലകളിൽ ഓരോ ജില്ലക്കാരും 1-2 ദിവസം തിരുവനന്തപുരത്ത് റിലേ സമരം നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും ഈ വിഷയങ്ങൾ ഞങ്ങൾ സഹകരണ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രസ്ഥാനമാക്കി മാറ്റിയെടുക്കാനായിട്ട് നല്ല പണിയെടുത്തിട്ടുള്ള കുറേ വിഭാഗം ആളുകളാണ്, സെക്രട്ടറിമാരും അത് അടക്കമുള്ള ജീവനക്കാരാണ് ഇതിൽ അംഗങ്ങളായിട്ടുള്ളത്. ഈ പ്രസ്ഥാനത്തിനെ നിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ റിട്ടയർ ചെയ്തതിന് ശേഷവും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾ ഇതുമായി നടത്തുന്നുണ്ട്. എന്തായിരുന്നാലും പത്രമാധ്യമങ്ങൾ എന്നുള്ളത് ദയവ് ചെയ്ത് നിങ്ങൾ ഞങ്ങളുടെ ഈ വിഷയങ്ങൾ നല്ല പ്രാധാന്യത്തോടു കൂടി പത്രത്തിൽ അതിൻ്റെ വാർത്ത നൽകണമെന്നും ഞങ്ങളുടെ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ന്യായമായ കാര്യങ്ങൾ മാത്രമാണ്, അതിൽ അന്യായമായ ഒരു കാര്യങ്ങളും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. ഞങ്ങളുടെ മരവിപ്പിച്ച ക്ഷാമബത്ത തിരിച്ചു നൽകുക, അതുപോലെ തന്നെ ഞങ്ങൾക്ക് മെഡിക്കൽ ഇൻഷുറൻസ് നടപ്പിലാക്കുക, അതുപോലെ തന്നെ ഞങ്ങളുടെ മിനിമം പെൻഷനും പരമാവധി പെൻഷനും വർദ്ധിപ്പിക്കുക തുടങ്ങിയ വളരെ പ്രധാനമായിട്ടുള്ള ചില ആവശ്യങ്ങളാണ് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ കാര്യങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ പത്രമാധ്യമങ്ങൾ നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.